ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ വെറും ഗ്യാസ് അടുപ്പുമ്മേല് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കുക്കീസിന്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ കിട്ടും. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രം മതി. അപ്പോ ഈ റെസിപ്പി എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോ കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ആട്ടപ്പൊടി, 1/2 കപ്പ് മൈദപ്പൊടി, 3 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര, ഇവയാണ് ആദ്യം ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് വേണം ഈ മാവ് കുഴച്ചെടുക്കാൻ. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ എന്തും യൂസ് ചെയ്യാട്ടോ. എന്തായാലും അതുകൊണ്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. ഈ മാവ് കുഴച്ചെടുക്കാനും വേണ്ടിയിട്ട് എത്രത്തോളം ഓയിൽ വേണോ അത്രത്തോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട. ഞാനിപ്പോ ചേർത്തിട്ടുള്ളത് ഏകദേശം ഒരു 1/4 കപ്പോളം ഓയിലാണ് കേട്ടോ. ഇപ്പൊ മാവ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള ട്രേ റെഡിയാക്കാം. ഞാനിപ്പോ ഇതുപോലെ ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ അടിയിൽ നന്നായിട്ട് ആദ്യം എണ്ണ ഒന്ന് തേച്ചു കൊടുക്കണം കേട്ടോ, ഇതുപോലെ. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കുക്കീസ് റെഡിയാക്കി എടുക്കണം. റൗണ്ടിലോ ചതുരത്തിലോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി എടുക്കാം. ഞാനിപ്പോ ഒരു സ്ക്വയർ ആയിട്ടാണ് കുക്കീസ് തയ്യാറാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇതിന്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഞാനിപ്പോ ഇതുപോലെ ഒരു സിമ്പിൾ ഡെക്കറേഷൻ ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ നട്ട്സും ചോക്ലേറ്റും ഒക്കെ ഇതിന്റെ മുകളിൽ ഇടണമെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഈ മാവിനെ മുഴുവനും ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ ഞാനിവിടെ ഇത്ര എണ്ണം തയ്യാറാക്കി ട്രേയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇത് നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോ ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പാൻ ആണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ അകത്തൊരു വയർ റാക്കും ഇറക്കി വെച്ചു കൊടുക്കുകയാണ്. ഇതില്ലാത്തവരുണ്ടെങ്കിൽ നമ്മൾ മൺചട്ടിയൊക്കെ ഇറക്കി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന വട്ടില്ലേ, അതും വെച്ചു കൊടുക്കാം. ഈ പാൻ ഇപ്പൊ ഞാൻ ബേക്കിങ്ങിനായിട്ട് മാത്രം ഉപയോഗിക്കുന്ന പാൻ ആണ് കേട്ടോ. പുതിയ നോൺ സ്റ്റിക്കിന്റെ പാൻ ഒന്നും എടുത്തിട്ട് ആരും ബേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യരുത്. അപ്പൊ പാൻ തന്നെ കേടന്നു പോവും. ഇതുപോലെ എന്തെങ്കിലും പഴയ പാനോ അലുമിനിയത്തിന്റെ പാത്രങ്ങളോ അല്ലെങ്കിൽ കുക്കറോ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ കുക്കീസ് ബേക്ക് ചെയ്തെടുക്കാം. എന്തായാലും ആദ്യം ഒരു 5 മിനിറ്റ് ചൂടാക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുക്കീസിന്റെ ട്രേ ഇതിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക. എന്നിട്ട് തീ പറ്റ ലോ ഫ്ലെയിമിൽ കുറച്ചിട്ട് ഒരു 35-40 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കുക. മാക്സിമം പോയാൽ 40 മിനിറ്റ്. അപ്പോഴത്തേക്കിന് കുക്കീസ് നല്ല പോലെ ബേക്ക് ആയിട്ട് വരും കേട്ടോ. ഇപ്പൊ 40 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചൂട് പോവാൻ വേണ്ടിയിട്ട് ഈ ട്രേ പാനിന്റെ അകത്തുനിന്ന് മാറ്റി വെക്കുക. ചൂട് പോയതിനു ശേഷം മാത്രം കുക്കീസ് ട്രേന്റെ അകത്തുനിന്ന് എടുത്തു മാറ്റിയാൽ മതി കേട്ടോ. ഇപ്പൊ ഇത് ചൂടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഓരോന്നിനായിട്ട് ഞാൻ വേറൊരു ഡിഷിലേക്ക് മാറ്റി വെക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ദാ നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മാവ് കൊണ്ട് ഇത്രയും കുക്കീസ് ആണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മാവ് എടുക്കണം കേട്ടോ. കണ്ടോ, നല്ല പോലെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല. നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ വെറുതെ ഇരുന്ന് കഴിച്ചു പോവും, അത്രയ്ക്കും ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ ഇത് റെഡിയാക്കാൻ. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടണില്ല എന്ന് പലരും കംപ്ലൈന്റ് പറയുന്നുണ്ട്. അപ്പൊ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ഇതുപോലെ വീഡിയോക്ക് താഴെ വരുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അത് മാത്രം പ്രസ് ചെയ്താൽ പോരാ, തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ കാണാം, ഇതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്യണം. എന്നാലേ ഈ ചാനലിലെ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.